ഇന്ന് രാവിലത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് നിറക്കുക എന്നുള്ള കേട്ടോ. ഇന്നലെ രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് തീർന്ന് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് തന്നെ ഗ്യാസ് നിറക്കുന്ന ആളുണ്ടായിരുന്നു. അതിന് മൂപ്പര് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞ് ഞാൻ നിറച്ചു തരാം നാളെന്ന് പറഞ്ഞ്. വലിയ കിട്ടലാട്ടോ അത്, കാരണം നമുക്ക് നാട്ടിനേക്കാൾ വില കുറവിലാണ് ഇവിടെ ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളാണ്. നേപ്പാളിൻ്റെ ഈസ്റ്റ് ഭാഗത്ത്, അതായത് ഉത്തരാഖണ്ഡ് ഭാഗത്തൂടെയാണ് നമ്മൾ നേപ്പാളിലേക്ക് കയറിയത്. ഇനി നമ്മൾ പോകുന്നത് പൊക്രയിലേക്കാണ്. കണ്ടില്ലേ നമ്മുടെ വണ്ടി ഇന്നലെ സെറ്റായിട്ട് അവിടെ പാർക്ക് ചെയ്ത് സുഖമായിട്ട് കടന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഈ സമയമായപ്പോൾ ഇങ്ങനെ മഴ പാറ്റുന്നുണ്ട്. സമയം കുറേ ഒന്നും ആയിട്ടില്ല, 6 മണി ആയിട്ടുള്ളൂ. നമ്മളെ ഗ്യാസ് മുപ്പരുതാ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 किलो है ना वो, 5 किलो के आसपास है. बढ़िया. യെസ്, ഇങ്ങനെയായിട്ട് ഗ്യാസ് നിറക്കുക. കുറേ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു, പക്ഷെ എന്നാൽ പോലും കൊള്ളാം. ഇപ്പം അടിപൊളിയായിട്ട് നിറയുന്നുണ്ട്. എന്താ സെറ്റപ്പ് അല്ലേ? ഇതൊക്കെ നാട് നടക്കുന്ന സെറ്റപ്പ് തന്നെ. പക്ഷെ എന്നാൽ പോലും കണ്ടില്ല, നാട്ടിലിങ്ങനെ ചെറിയ വീട്ടിലെടുക്കുന്നത് ഇങ്ങനെയാണ്. ആ ഇത് വെച്ചിട്ട് 2 ഭാഗത്തും മറ്റേ ഇതിലുണ്ടല്ലോ നോസിലുള്ള ആ സാധനം വെച്ചിട്ട്. ഓ നല്ല സ്മെല്ല് കേട്ടോ. എന്തായാലും ഇത് മൂപ്പരെ കിട്ടി നല്ല കിട്ടുക അല്ലേ? ഇത് നല്ല ചോദിക്കുക. ഇന്നലെ മൂപ്പര് കാരണമാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതും. മൂപ്പര് കിച്ചണിൽ പോയിട്ടാണ് ഞങ്ങൾ ലാസ്റ്റത്തെ ഉരുളയും പൊരിച്ചത് ഉണ്ടാക്കിയത്. തൽക്കാലം നമ്മൾ 2 ലിറ്ററാട്ടോ അടിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല വിലക്കുറവാണ്. ഇവിടെ എത്ര 2 ലിറ്റർ എടുക്കാൻ എത്ര, ഇവിടുത്തത് 300 റുപ്യ ആയിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ മണി ആകുമ്പോൾ എന്ന് പറയുമ്പോൾ 200 റുപ്യേൻ്റെ താഴെ ആയിട്ടുള്ളൂ. ഞാൻ 600-700 റുപ്യക്കാണ് ഇത് ഫുള്ളാക്കിയത്. അങ്ങനെ നേപ്പാളിലെത്തിയിട്ട് നമുക്ക് നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മഴൻ്റെ സീസണാണ്, വേറെ കാര്യം എല്ലായിടത്തും. അപ്പം എന്തായാലും നല്ല മഴയും കൊണ്ട് അത് ആസ്വദിച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനറി സത്യം, ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പോകാനുള്ള കാരണം അതാണ്. നല്ല സീനറി ഇട്ടും വിചാരിച്ചിട്ട്. ഈ മഴ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു രക്ഷയില്ലാത്ത ഗ്രീനറി പീസ്ഫുൾ ആട്ടോ ഇവിടെ നേപ്പാൾ കയറിയതിന് ശേഷം. ഇന്നലെ ഞാൻ ഡാറ്റ റോമിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ റോമിങ് ഞാൻ റീചാർജ് ചെയ്ത് സിം എടുക്കാൻ നിൽക്കുന്നില്ല. അതാകുമ്പം നമുക്ക് 100 മിനിറ്റ് എന്താ കോൾ ടൈമും അതുപോലെ 1 GB നെറ്റും ഉണ്ട് 10 ദിവസത്തേക്ക്. 899 രൂപയാണ് ഇത് വരുന്നത്. എൻ്റെ ഫ്രണ്ടാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. അത് നമ്മൾ എത്ര വർണ്ണിച്ച് കഴിഞ്ഞാലും പറഞ്ഞു തീരാത്ത സൗന്ദര്യമാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾക്ക് ഉള്ളത്. എന്ത് ഭംഗിയാണ്! ഈ മഴക്കാലൂടെ ആയപ്പം ഓരോ ചെറിയ ചെറിയ വീടുകളുടെ സൈഡിലായിട്ട് വെള്ളം കെട്ടിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നെൽപ്പാടങ്ങൾ. എന്തോ ഒരു ഭംഗിയുള്ള കാഴ്ച ഒരാൾ തന്നെ. അതിങ്ങനെ ആസ്വദിച്ച് പോവാണ്. ഈ മഴ കണ്ട് ഒന്ന് ചോരണം. എന്നാൽ നമുക്ക് ഈ സൈഡത്തെ വിൻഡോ കൂടി കണ്ട് ക്ലോസ് ചെയ്യാം, എന്നാൽ ഒന്നുകൂടി പൊളിക്കും. അതിൽ ഇവരുടെ വീട് മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം കെട്ടിക്കുന്നുണ്ട്. അതിലൊക്കെ ഈ നെല്ല് ഉണ്ടായി വന്നിട്ടുണ്ട്. എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. വീട് കണ്ടില്ലേ, മരം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ണ് തേമ്പിയിട്ടാണ് വീട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒന്നും പറയണ്ട, നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ നമ്മുടെ നാട്ടിലായിരിക്കും വൻ വൈബിലൊന്നും അല്ല കേട്ടോ. ചെറിയ തട്ടിക്കുട്ടി സെറ്റപ്പിൽ പണ്ടത്തെ ഇതുണ്ടാവില്ല പെട്രോൾ പമ്പ്, അതേ സെറ്റപ്പിൽ. അതിൽ ചിലതൊക്കെ പഴയ മെഷീനുമാണ് കാണുന്നതൊക്കെ. 144 റുപ്യ കേട്ടോ ഇവിടെ ഡീസലിന്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ്റെ അങ്ങോട്ട് 1 റുപ്യോ 2 റുപ്യ ഒക്കെ കുറവുണ്ടാവും മാക്സിമം, അത്രേ ഉള്ളൂ. ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മളെ റെയിൽവേ ട്രാക്കിലൊക്കെ ഉണ്ടാവുമല്ലോ, സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതേ ഒരു സെറ്റപ്പിലാട്ടോ ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുള്ളത്. എത്രാമത്തെ റിവറാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഒന്നിലും ഈ പറഞ്ഞ പോലെ നല്ല ക്ലിയറുള്ള വെള്ളമല്ല, ഫുള്ള് മഴവെള്ളമാണ്. ഫുൾ കാടനുണ്ടോ, ഫുൾ മരങ്ങളായിട്ടും. എന്ത് ഭംഗിയറിയോ, ഒരു വൈബ് ഉണ്ട് ഇങ്ങനെ പോവാൻ. ഹൈവേ റോഡാണിത്, പക്ഷെ ഇതിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ, ഇതിൻ്റെ സുഖമൊന്നുമില്ലട്ടോ. റോഡ് കയറിയ മുതലേ റോഡ് മറ്റേ കുണ്ടും കുലുക്കുമാണ്. നമ്മളിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് ഒരു ബ്രെഡ് വാങ്ങാൻ വേണ്ടി എവിടെയും ബ്രെഡ് ഇട്ടാനില്ല. ഇവിടെ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ചെക്കന്മാരാണെങ്കിലും ആൻറ്റിമാരാണെങ്കിലും അങ്കിൾസ് ആണെങ്കിലും എല്ലാവരും ഒരു പ്രായം നോക്കാതെ സൈക്കിളും കൊണ്ടാണ് നടക്കുന്നത്.
ഇവിടെ ബൈക്കിനേക്കാൾ കൂടുതൽ സൈക്കിളാണ് റോഡുകളിൽ. പിന്നെ ഉള്ളിലുള്ള റോഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നല്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമുക്ക് ആ ഭാഗത്ത് മൊത്തം മലകളാണ്. നോക്കിയേ നിങ്ങൾ, ഇവിടുത്തെ ഒരു ഫോറസ്റ്റിനൊക്കെ ഒരു ഭംഗി. അങ്ങനെ പോന്ന് നമ്മൾ വീണ്ടും മലകളുടെ അടുത്തേക്ക് എത്തിട്ടോ. ഒന്നും പറയാല്ല. ഇനി നമുക്ക് കറങ്ങാനുള്ളത് മലയിലൂടെ ആയിരിക്കും. നമുക്കൊരു ബ്രെഡും പാക്കറ്റ് വാങ്ങാൻ നോക്കി. ഞങ്ങളൊരു ബ്രെഡും പാക്കറ്റ് വാങ്ങാൻ നോക്കിയിട്ട് ഇതുവരെ ആയിട്ട് കിട്ടിയില്ല. എവിടെ കിട്ടും എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളെ ഒരു അടിപൊളി ബ്രിഡ്ജിലേക്ക് കയറിട്ടോ. ഞാൻ കാണിച്ചതാ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ബാക്കിലൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ ചെക്ക് പോസ്റ്റിന് നമ്മളെ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ ഒരു സ്ലിപ്പ് തന്നെ. ആ സ്ലിപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് നമുക്കത്ര 20 മിനിറ്റിൻ്റെ അകത്തോ 40 മിനിറ്റിൻ്റെ അകത്തോ കവർ ചെയ്തിട്ട് പുറത്തിറങ്ങണം. അതിനൊരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 സ്പീഡിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറയാതെ. കാരണം ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ പ്രോപ്പർ ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് വണ്ടികളെ കടത്തിയിടുന്നത്. കണ്ടാലേ നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റിനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. മാനുകളെ കണ്ട്, അതല്ലാതെ വേറെ മൃഗങ്ങളൊന്നും കണ്ടില്ല. ആനയും പുലിയും ഇതൊക്കെ ഉള്ള കാടാണ്. ഫോറസ്റ്റ് ഒക്കെ ഒരു 20 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് കൃഷി സ്ഥലവും തന്നെ. ഓരോരുത്തരും ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, കൃഷീൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട്. കുറേ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതും സൈക്കിളായിട്ടിട്ട്. റോഡിലൊക്കെ നോക്കി നിങ്ങൾ, വണ്ടികളേ ഇല്ല, വളരെ കുറവാണ്. എപ്പോഴെങ്കിലും പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ്. വീണ്ടും എപ്പോഴെങ്കിലും പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള വാനും ബസ്സൊക്കെയാണ് പിന്നെയും കുറച്ച് പോകുന്നത്. ഇവിടെ പ്രൈവറ്റ് കാറുകളൊക്കെ വളരെ കുറവാട്ടോ. അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റ് നമ്മൾ നിർത്തിട്ടോ. ഇതേപോലെ 40 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. നമ്മൾ 40 മിനിറ്റ് കൊണ്ട് എത്തണം, അവിടെ എത്തണം. ഒരു രക്ഷയില്ലാത്ത കാടുകളാട്ടോ അല്ലേ? എന്താ ഭംഗിയില്ലേ കാട്ടിലൂടെ ഇങ്ങനെ പോകാൻ. വണ്ടി ഓടിച്ചിട്ട് 40 km/h നമുക്ക് അനുവദിച്ചിട്ടുള്ള സ്പീഡ് ഇതിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് ആ സ്പീഡിലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമല്ല. നമ്മളൊരു 5 മിനിറ്റ് നേരത്തെയാണ് എത്തിയത്. 5 മിനിറ്റ് നേരത്തെ എത്തിയത് അവർ കുറേ ചോറാക്കി. 40 പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മൂപ്പർക്ക് നമ്മൾ വണ്ടിയൊക്കെയാണ് അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും കിട്ടാൻ വേണ്ടി കളിക്കായിരിക്കും. എന്തായാലും ഒരു വിധത്തിൽ ഞങ്ങൾ അതുകൊണ്ട് ഡീലാക്കി പോകുന്നേ. ഒന്നും കൊടുക്കാനും കാര്യമില്ല, ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. എന്തായാലും ഇപ്പം 2 നാഷണൽ പാർക്ക് കഴിഞ്ഞ് ഇനി അടുത്ത നാഷണൽ പാർക്ക് വരുന്നുണ്ട്. അവിടെയും നമുക്ക് പ്രോപ്പറായിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഫുൾ പച്ചപ്പും ഹരിതാപമാണ് കേട്ടോ ഇവിടെ. എന്താല്ലേ ഭംഗി നോക്കി നിങ്ങളെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. റോഡിന്റെ അങ്ങോട്ട് ബോർഡർ വരെ എത്തിയിട്ടുണ്ട് പച്ചപ്പ്. ഞാൻ വണ്ടി ഒന്ന് നിർത്തിട്ടോ ഈ കാഴ്ച ഒന്ന് കണ്ടപ്പോൾ. ഒരു രക്ഷയില്ലാത്ത ഭംഗി സ്ഥലമൊക്കെ. ഒരു ഇരുമ്പിന്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാട്ടോ ഇവര് ടാറിങ് ചെയ്യുന്നത്. കൊള്ളാം, വെറൈറ്റി ടാറിങ്ങാ. എന്നാലും റോഡ് പണി നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ സന്തോഷം അല്ലേ? ഒന്ന് ഡീവിയേഷൻ എടുത്താണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലം നോക്കി നിങ്ങൾ, ഇത് രസമുള്ള സ്ഥലമാണ്. ഉള്ളോടുള്ള റോഡിന് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഭംഗിയായിട്ട് സത്യം പറഞ്ഞാല്. നമുക്ക് 2 നേപ്പാളീസിനെ കിട്ടിയിട്ടുണ്ട്. അവർ നമ്മളെ വണ്ടി ഉണ്ടാണ്ട് സൂപ്പറാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു. വണ്ടി വരുന്നുണ്ടോ? അവിടെ കാർ വരുന്നുണ്ടല്ലോ അല്ലേ? आपका नाम? थैंक यू. मेरा नाम पारस भट्टराई. अच्छा. मेरा नाम गोविंद्र. अच्छा, nice to meet you guys. नेपाली बुझ्नुहुन्छ? नहीं. Can you speak English? I can speak English. Okay, I am from Nepal. Okay. My hometown is Bardia. Bardia. Yeah, this is Bardia district of Nepal. Okay, how many districts are there in? I mean, how many states are there in Nepal? नेपाल में कितना स्टेट्स है? नहीं, स्टेट्स.
को ल्याङ्ग्वेज कस्तो छ, नेपालको परिवेश कस्तो छ, नेपाल कस्तो छ, उहाँहरूले त्यो पनि एक्सप्लोर गर्नुहुन्छ. അവര് നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അവരൊരു വ്ളോഗൊക്കെ ഉണ്ടാക്കി. എന്താല്ലേ 10 മിനിറ്റ് കൊണ്ട് ഒരു 15 മിനിറ്റിന്റെ വ്ളോഗ് ഉണ്ടാക്കിയല്ലോ അവന് അല്ലേ? കൊള്ളാം, അടിപൊളി. ചിലപ്പോ ഞങ്ങൾ ന്യൂസ് ചാനലിലേക്ക് വരും. ഒരു രക്ഷയില്ലാത്ത മീൻ പിടുത്തമാണ് അവിടെ. കണ്ടില്ലേ, വരിക്ക് നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അവിടെ. കൊള്ളാം, എന്തായാലും നല്ല അടിപൊളിയായിട്ട് വല വീശുന്നുണ്ട്. കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ATM തപ്പി പോരുന്നതാണ്. ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു ടൗൺ ആണ്. എന്തോ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ന്യൂ കോലാപ്പൂർ അല്ലേ? കോൽപൂരടാ, കോലാപ്പൂർ എന്ന് പറയല്ലേ, കോൽപൂർ അങ്ങനെയാണ് പേര്. അപ്പൊ കോൽപൂർ ന്യൂ ബസാറിന്റെ റോഡാണത്. അപ്പം ആ റോഡിന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുഴപ്പമില്ല കേട്ടോ, അടിപൊളി റോഡാണ്, സെറ്റപ്പാണ്, സംഭവമാണ്. അതെ, ഇന്ത്യൻ ATM ഉപയോഗിച്ച് കിട്ടണം. ഞാൻ ഇതിന് മുമ്പ് തായ്ലൻഡും ബാക്കിയുള്ളടത്തൊക്കെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എവറസ്റ്റ് ATM കൗണ്ടർ, ATM കയറി ക്യാഷ് എടുത്തിട്ടോ. എത്ര 300 ജില്ലാനെന്തോ സർവീസ് ചാർജാണ് അവരെടുത്തത്. ഗരം ഹേ. ഈ ചേട്ടനാണ് നമുക്ക് ATM കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. 3000 ഡീസലാണോ പയ്യ? ഡീസലാണോ? ആ ടീക്കേ, 3000 ഡീസൽ അയക്കുന്നത് കേട്ടോ. അതായത് ഇന്ത്യൻ മണി ഏകദേശം 2,000 ഒക്കെ വരും. അടുത്ത സ്ഥലത്തെത്തി. നമ്മളിവിടെയും നമ്മളിത് കൊടുക്കണം, എന്നിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ ബംഗ നാഷണൽ പാർക്കിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് അത്ര വലിയ ഡേഞ്ചർ ഇല്ല തോന്നുന്നുണ്ട്, കാരണം നമുക്ക് ഇവിടെ പാസും കാര്യങ്ങളൊന്നും എഴുതി തന്നിട്ടില്ല, സ്പീഡ് ലിമിറ്റും ഇല്ലാന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂളായിട്ട് ഇങ്ങനെ പോവാം. ഇവിടുത്തെ ബസ് കണ്ടില്ല നിങ്ങൾ, നമ്മളെ ടാറ്റൻ്റെയും മഹീന്ദ്രൻ്റെയും വണ്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലിറങ്ങാത്ത ചൈനീസിൻ്റെ കുറേ കിയറിൻ്റെ വണ്ടികളും, നമ്മളെ നാട്ടിലിറങ്ങാത്ത കുറേ കാറുകളും അതും ഉണ്ട് കേട്ടോ. ഒരു ചൈനയിൽ നിന്നായിട്ട് ഇറക്കുന്നതും എല്ലാം ഉണ്ട്. എന്തായാലും കൊള്ളാം.